ക്ലേ ജ്വല്ലറീസ് മേക്ക് ചെയ്യുന്ന സമയത്ത് മിക്ക ഡിസൈൻസിലും നമുക്ക് ആവശ്യം വരുന്ന ഒന്നാണ് ക്ലേ ഗുങ്കുറൂസ് അഥവാ ക്ലേ ബീഡ്സ്. ഇത് ഒരേ വലിപ്പത്തിലും പെർഫെക്റ്റ് ഷേപ്പിലും എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളത് 0.5 mm തിക്നെസ്സിലുള്ള കോപ്പർ വയേഴ്സാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ്സിലുള്ള വയേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ചെറിയ സൈസിലുള്ള ക്ലേ ബോൾസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചെറിയ തിക്നെസ്സിലുള്ള വയർ ചൂസ് ചെയ്തത്. ഇതിൽ കാണുന്ന പോലെ വയറിൻ്റെ ഒരു അറ്റം ഇതുപോലെ ബെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ചെറിയൊരു ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയുള്ള ഷേപ്പിൽ ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ കാണുന്ന പോലെ ഒരുമിച്ച് ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ വയേഴ്സ് കട്ട് ചെയ്യാനും ബെൻഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ക്ലേ ബോൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്ലേ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാം. ക്ലേ കൊണ്ട് നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഇതുപോലെ നീഡ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് ഇല്ലാണ്ടാക്കാനും ഉണങ്ങിപ്പോയതിന് ശേഷം ഇത് പൊട്ടിപ്പോകുന്ന ചാൻസ് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ക്ലേ ഞാൻ നല്ലപോലെ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പരന്ന സർഫസിലേക്ക് വെച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരേ തിക്നെസ്സിൽ മുഴുവനായിട്ടും പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെയുള്ള വുഡൻ സ്റ്റിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണ്ട തിക്നെസ്സിനനുസരിച്ചിട്ട് ഇതിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഞാനിനി പരത്താനായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ക്ലേ റോളറാണ്. നിങ്ങൾക്കിതില്ലാന്നുണ്ടെങ്കിലും ഒരു PVC പൈപ്പോ അല്ലെങ്കിൽ ചപ്പാത്തി പരത്താൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്കോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ തിക്നെസ്സിലായിരിക്കും ക്ലേ ഉണ്ടാവുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ക്ലേ കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ആവശ്യമുള്ള വലുപ്പത്തിൽ ക്ലേ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റോഴ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെന്നിൻ്റെ റീഫില്ലേഴ്സ് അല്ലെങ്കിൽ പെന്നിൻ്റെ ക്യാപ്പ് അതുപോലെ ഷേപ്പിലുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പരത്തിയെടുത്ത ആ ക്ലേയിലേക്ക് ഇതുപോലെ വിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈക്വൽ മെഷർമെൻറ്റിൽ ഇതുപോലെ ക്ലേ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആ കട്ട് ചെയ്ത ക്ലേ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. കയ്യിൽ വെച്ച് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത ക്ലേ ബോൾസിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഈ ഒരു കോപ്പർ വയേഴ്സിൻ്റെ പിന്നുകൾ ഇതുപോലെ അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് ഒരേ ഷേപ്പിലും സൈസിലും ക്ലേ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ക്ലേ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുമല്ല ക്ലേ ബോൾസ് ഉണ്ടാക്കുന്ന കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഇതുപോലത്തെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ക്ലേ.